പ്രേക്ഷകർക്കും ഗൾഫ് ടുഡേയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീനിധി പ്രദീപ്. നോക്കാം വാർത്തകൾ വിശദമായി. ഇറാൻ അമേരിക്ക യുദ്ധഭീതിയിൽ ജാഗ്രതയോടെ പശ്ചിമേഷ്യ. പൗരന്മാരെ ഒഴിപ്പിച്ച് അമേരിക്കയും യുകെയും. ഇസ്രയേൽ വിടാൻ പൗരന്മാർക്ക് അമേരിക്ക നിർദ്ദേശം നൽകി. ഇറാൻ അമേരിക്ക സംഘർഷ സാഹചര്യം വർദ്ധിച്ച സാഹചര്യത്തിലാണ് പൗരന്മാർക്ക് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നിർദ്ദേശം. ഇറാനിലെ എംബസിയിൽ നിന്ന് ജീവനക്കാരെ പിൻവലിച്ച് യുകെ സർക്കാർ. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തിങ്കളാഴ്ച ഇസ്രയേലിൽ എത്തും. വിവരങ്ങൾ പങ്കുവയ്ക്കാൻ മെറിൻ മേരി ചാക്കോ ആണ് ചേരുന്നത്. മെറിൻ, അങ്ങനെ വീണ്ടും പശ്ചിമേഷ്യ ഒരു യുദ്ധഭീതിയിലേക്ക് കടക്കുകയാണ്. ശ്രീനിധി, ആണവ വിഷയങ്ങളിൽ ഇറാൻ അമേരിക്ക സംഘർഷ സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പശ്ചിമേഷ്യ ജാഗ്രതയോടെ നീങ്ങുകയാണ്. പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള നടപടികളുമായി ഇപ്പോൾ ബ്രിട്ടനും അതുപോലെ തന്നെ അമേരിക്കയും നീങ്ങിക്കഴിഞ്ഞു. എത്രയും വേഗം ഇസ്രായേൽ വിട്ടുപോകണമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശം നൽകിയിരിക്കുന്നു. US അംബാസിഡർ മൈക്ക് ഹക്കബി പറഞ്ഞിരിക്കുന്നത് എത്രയും വേഗം ഇസ്രായേലിൽ നിന്ന് പുറത്തു കടക്കുന്നതിനാണ് പ്രഥമ പരിഗണന. അനാവശ്യമായി ഇസ്രായേലിലേക്ക് യാത്ര ചെയ്യരുത്. സർക്കാർ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളും എത്രയും പെട്ടെന്ന് ഇസ്രായേൽ വിട്ടുപോകണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മാത്രവുമല്ല, ഈ പൗരന്മാർ രാജ്യം വിടുന്നതോടനുബന്ധിച്ച് വിമാന നിരക്കുകൾ കൂടാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം മുന്നിൽ വേണം ഇസ്രായേലിൽ നിന്നും എത്രയും വേഗം പുറത്തു കടക്കാനുള്ള പ്രഥമ പരിഗണന നൽകേണ്ടതെന്നും US അംബാസിഡർ മുന്നറിയിപ്പ് നൽകുന്നു. മാത്രമല്ല, തൊട്ടു പിന്നാലെ ഇപ്പോൾ ബ്രിട്ടൻ അറിയിച്ചിരിക്കുന്നത് തങ്ങളുടെ പൗരന്മാരെയെല്ലാം ടെഹ്റാനിലെ എംബസി അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു. അത് ഓൺലൈനായി മാത്രമായിരിക്കും പ്രവർത്തിക്കുകയെന്നും ബ്രിട്ടൻ അറിയിച്ചു കഴിഞ്ഞു. പൗരന്മാരോടെല്ലാം UK സർക്കാർ ഇപ്പോൾ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. പൗരന്മാരോടെല്ലാം ഇറാൻ വിട്ടുപോകണമെന്നും ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ ചൈനയും അതുപോലെ തന്നെ ഫ്രാൻസും കാനഡ അടക്കമുള്ള രാജ്യങ്ങളും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളും ഇറാനിൽ നിന്നും ഒഴിഞ്ഞു പോകണമെന്ന് പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. ആണവ വിഷയങ്ങളിൽ അമേരിക്കയും അതുപോലെ തന്നെ ഇറാനും തമ്മിലുള്ള ചർച്ചകൾ തുടരുകയാണ്. ഈ വ്യാഴാഴ്ചയായിരുന്നു ജനീവയിൽ നടന്ന ചർച്ചകൾ. ആ ചർച്ചയിൽ ആണവ കരാറിലെത്താൻ സാധിച്ചിരുന്നില്ല. ചർച്ചകളിൽ പുരോഗതി ഉണ്ടെങ്കിലും ആണവ കരാറിലെത്താൻ സാധിച്ചിരുന്നില്ല. തൊട്ടു പിന്നാലെ ഇപ്പോൾ മധ്യസ്ഥ ചർച്ചകൾക്കായി ഒമാൻ വിദേശകാര്യമന്ത്രി വാഷിംഗ്ടണിൽ എത്തിയിട്ടുണ്ട്. US വൈസ് പ്രസിഡന്റ് JD വാൻസുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. തൊട്ടു പിന്നാലെ തന്നെ ഇപ്പോൾ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രായേൽ എത്തുമെന്ന വിവരം ലഭിക്കുന്നുണ്ട്. തിങ്കളാഴ്ചയാകും മാർക്കോ റൂബിയോ ഇസ്രായേലിലെത്തുക. ഇറാൻ അടക്കമുള്ള വിഷയങ്ങളും പശ്ചിമേഷ്യ യുദ്ധ സാഹചര്യവും എല്ലാം തന്നെ ചർച്ചയാകുമെന്നാണ് വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും ഇറാന് ചുറ്റും അമേരിക്ക സൈനിക വിന്യാസം ശക്തമാക്കിയിരുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല, ഇസ്രായേലിലേക്ക് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ റീലോഡ് ചെയ്യാൻ കഴിയുന്ന എയർക്രാഫ്റ്റ് കാരിയറുകളെല്ലാം തന്നെ ഇസ്രായേലിന്റെ തീരത്തേക്ക് അടുക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ഇപ്പോൾ പശ്ചിമേഷ്യ രാജ്യങ്ങൾ ജാഗ്രതയോടെ നീങ്ങുന്നത്. ശ്രീനിധി, ശരി, അങ്ങനെ യുദ്ധഭീതിയിൽ അതീവ ജാഗ്രതയോടെ നീങ്ങുകയാണ് പശ്ചിമേഷ്യ. മെറിൻ മേരി ചാക്കോ ആണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. സൗദി അറേബ്യയിൽ തൊഴിൽ നിയമലംഘനങ്ങൾ തടയാൻ കടുത്ത ശിക്ഷാ നടപടികളുമായി മാനവ വിഭവശേഷി മന്ത്രാലയം. പുതിയ നിയമപരിഷ്കാരം അനുസരിച്ച് അനധികൃത റിക്രൂട്ട്മെന്റുകൾക്കും കരാർ ലംഘനങ്ങൾക്കും ലക്ഷക്കണക്കിന് റിയാലാണ് പിഴ നിശ്ചയിച്ചിരിക്കുന്നത്. വിദേശികൾക്കും സ്വദേശികൾക്കും ഒരുപോലെ ബാധകമായ ഈ നിയമം രാജ്യത്തെ തൊഴിൽ മേഖലയെ കൂടുതൽ സുതാര്യമാക്കാൻ ലക്ഷ്യമിടുന്നു. സൗദി തൊഴിൽ വിപണിയിലെ അച്ചടക്കം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം പുതിയ പിഴപ്പട്ടിക പുറത്തുവിട്ടു. മതിയായ ലൈസൻസ് ഇല്ലാതെ സ്വദേശികളെ ജോലിക്ക് നിയമിക്കുന്നതിനോ വിദേശികളെ റിക്രൂട്ട് ചെയ്യുന്നതിനോ മുതിരുന്നവർക്ക് 2 ലക്ഷം റിയാൽ വരെയാണ് പിഴ. ഇത്തരം അനധികൃത പ്രവർത്തനങ്ങൾ രാജ്യത്തെ തൊഴിൽ വിപണിയുടെ സുസ്ഥിരതയെ ബാധിക്കുന്നതിനാലാണ് കടുത്ത നടപടി. തൊഴിലാളികൾക്ക് അർഹമായ അവകാശങ്ങൾ ഉറപ്പാക്കാൻ നിയമപരമായ തൊഴിൽ കരാറുകൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. കരാറില്ലാതെ തൊഴിലാളികളെ ജോലിക്ക് വെച്ചാലോ കരാറിലെ നിബന്ധനകൾ ലംഘിച്ചാലോ 50,000 റിയാൽ വരെ പിഴ ഒടുക്കേണ്ടി വരും. ഗാർഹിക തൊഴിലാളികളുടെ കാര്യത്തിലും നിയമം വിട്ടുവീഴ്ചയില്ലാത്തതാണ്. ലംഘനങ്ങളുടെ ആഘാതം കണക്കിലെടുത്ത് 50,000 റിയാൽ വരെയാണ് ഇതിനും പിഴ. തൊഴിലാളികളുടെ സുരക്ഷയ്ക്ക് അതീവ പ്രാധാന്യമാണ് മന്ത്രാലയം നൽകുന്നത്. ഖനികൾ, കോറികൾ തുടങ്ങിയ അപകട സാധ്യതയുള്ള തൊഴിലിടങ്ങളിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെങ്കിൽ 20,000 റിയാൽ വരെ പിഴ നൽകണം. കൃഷി, മൃഗസംരക്ഷണം, സമുദ്ര തൊഴിൽ മേഖലയടക്കം 10 വ്യത്യസ്ത വിഭാഗങ്ങളായി തിരിച്ചാണ് പുതിയ നിയന്ത്രണങ്ങൾ. ലംഘനങ്ങൾ ആവർത്തിച്ചാൽ പിഴത്തുക ഇരട്ടിയാക്കും. തൊഴിൽ മേഖലയിലെ ചൂഷണങ്ങൾ അവസാനിപ്പിക്കാനും നിക്ഷേപകർക്കും തൊഴിലാളികൾക്കും സുരക്ഷിതമായ അന്തരീക്ഷം ഒരുക്കാനും ഈ പരിഷ്കാരങ്ങൾ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. 24 ജിദ്ദ. ട്രാഫിക് പിഴകളിൽ വൻ ഇളവുമായി അബുദാബി പോലീസ്. പുതിയ ഉത്തരവ് പ്രകാരം ഗതാഗത നിയമലംഘനങ്ങൾ നടന്ന് 60 ദിവസത്തിനുള്ളിൽ പിഴ അടക്കുന്നവർക്ക് 35% വരെ ഇളവ് ലഭിക്കും. നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ പിഴ അടക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ ആനുകൂല്യമാണിതെന്ന് അബുദാബി പോലീസ് വ്യക്തമാക്കി.
1 വർഷത്തിനുള്ളിൽ പിഴ അടക്കുന്നവർക്ക് 25% ഇളവ്. എന്നാൽ ഗതാഗത നിയമലംഘനം നടന്ന് 1 വർഷത്തിനു ശേഷം ഇളവ് ലഭിക്കില്ല. അബുദാബി പോലീസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയും പിഴകൾ പരിശോധിക്കാനും അടക്കാനും സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക് പലിശരഹിത തവണ വ്യവസ്ഥയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങളിൽ അഭ്യാസം കാട്ടുന്ന കൗമാരക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ദുബായ് പോലീസ്. റമദാനിൽ രാത്രി റോഡുകളിൽ അലക്ഷ്യമായി വാഹനമോടിച്ചവരെ പിടികൂടി. ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ മാതാപിതാക്കൾക്കെതിരെ കേസെടുക്കുമെന്നും ദുബായ് പോലീസ് മുന്നറിയിപ്പ് നൽകി. ഇഫ്താറിന് ശേഷമുള്ള സമയം കൗമാരക്കാർ റോഡുകൾ കയ്യേറുന്ന കാഴ്ചയാണ് ദുബായിലെ പലയിടങ്ങളിലും കാണാൻ കഴിയുന്നത്. തിരക്ക് കുറഞ്ഞ സമയം കണക്കിലെടുത്ത് റേസിംഗ് നടത്തുന്നവരാണ് അധികവും. പരാതി കൂടിയതോടെ ദുബായ് പോലീസ് പരിശോധനയ്ക്കിറങ്ങി. അലക്ഷ്യമായി വാഹനം ഓടിച്ചവരെ പിടികൂടി വാഹനം പിടിച്ചെടുത്തു. യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വെല്ലുവിളിയാകുന്ന ഇത്തരം പ്രവണതകൾ അംഗീകരിക്കാനാകില്ലെന്ന് ദുബായ് പോലീസ് ഓപ്പറേഷൻ അഫയേഴ്സ് അസിസ്റ്റന്റ് കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ സെയ്ഫ് മുഹൈർ അൽ മസ്റൂയി പറഞ്ഞു. ഇത്തരക്കാരെ കണ്ടെത്താൻ പെട്രോളിംഗ് കർശനമാക്കും. പിടിച്ചെടുത്ത വാഹനങ്ങൾ ഓടിച്ച കുട്ടികളുടെ മാതാപിതാക്കൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. രക്ഷിതാക്കൾ കുട്ടികൾ വാഹനവുമായി പുറത്തിറങ്ങുന്നത് വിലക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ വാട്സപ്പ് മുഖേനയോ ദുബായ് ആപ്പ് വഴിയോ വിവരമറിയിക്കണമെന്നും ദുബായ് പോലീസ് അറിയിച്ചു. 24 ദുബായ്. കസ്റ്റംസ് പിടിച്ചെടുത്ത സ്വർണവും വജ്രങ്ങളും ലേലം ചെയ്യാനൊരുങ്ങി റാസൽ ഖൈമ കോടതികൾ. മാർച്ച് 3-ന് റാസൽ ഖൈമ കോടതി ആസ്ഥാനത്താണ് ലേലം നടക്കുക. 2.25 കിലോ സ്വർണമാണ് ലേലം ചെയ്യുക. കസ്റ്റംസ് പിടിച്ചെടുത്ത സ്വർണത്തിന്റെയും വിലയേറിയ രത്നക്കല്ലുകളുടെയും പൊതുലേലമാണ് റാസൽ ഖൈമ കോടതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. റാസൽ ഖൈമ കസ്റ്റംസുമായി ചേർന്ന യൂണിഫൈഡ് കമ്മിറ്റി ഫോർ ഓപ്ഷൻ സംഘടിപ്പിക്കുന്ന ലേലം മാർച്ച് 3-ന് ഉച്ചയ്ക്ക് കോടതി ആസ്ഥാനത്ത് നടക്കും. സുതാര്യതയും വിപണി മൂല്യവും ഉറപ്പാക്കുന്നതിനായി പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വിദഗ്ധർ രത്നക്കല്ലുകൾ വിലയിരുത്തി തരംതിരിച്ചിട്ടുണ്ട്. പിടിച്ചെടുത്ത സ്വർണം ശുദ്ധീകരിക്കാനായി എമിറേറ്റ്സ് മിന്റിംഗ് ഫാക്ടറിയിലേക്ക് കൊണ്ടുപോയി. ഉരുക്കി ശുദ്ധീകരിക്കുന്നതിന് മുൻപ് അസംസ്കൃത സ്വർണത്തിന് ഏകദേശം 2262 ഗ്രാം ഭാരമുണ്ടായിരുന്നുവെന്നാണ് രേഖകൾ. കോടതി വിധികൾ നടപ്പിലാക്കാൻ ജുഡീഷ്യൽ ലേലങ്ങൾ സഹായിക്കുമെന്നും പിടിച്ചെടുത്ത ആസ്തികൾ നിയന്ത്രിത മാർഗങ്ങളിലൂടെ സമ്പദ് വ്യവസ്ഥയിലേക്ക് വീണ്ടും പ്രവേശിക്കാൻ ലേലം കാരണമാകുമെന്നും അധികൃതർ വ്യക്തമാക്കി. താൽപ്പര്യമുള്ളവർക്ക് തത്സമയ ലേലത്തിൽ പങ്കെടുക്കാൻ രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ മുൻകൂട്ടി പൂർത്തിയാക്കണമെന്നും നിർദ്ദേശമുണ്ട്. 24 ദുബായ്. ദുബായിൽ പൊതു പാർക്കിംഗ് നിരക്ക് വർദ്ധിച്ചേക്കും. നിരക്കുകളിൽ മാറ്റം വരുത്താൻ അനുമതി തേടി പാർക്കിംഗ് സേവനദാതാക്കളായ പാർക്കിംഗ് കമ്പനി റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയെ സമീപിച്ചു. ഈ വർഷം എമിറേറ്റിലുടനീളം പുതുതായി കൂടുതൽ പാർക്കിംഗ് ഇടങ്ങൾ വികസിപ്പിക്കാനും കമ്പനി ലക്ഷ്യമിടുന്നുണ്ട്. ഓരോ 2 വർഷം കൂടുമ്പോഴും പാർക്കിംഗ് നിരക്ക് പുതുക്കി നിർണ്ണയിക്കാമെന്നാണ് പാർക്കിംഗ് സേവനദാതാക്കളായ പാർക്കിംഗ് കമ്പനിയും റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും തമ്മിലുള്ള കരാർ. ഇതനുസരിച്ച് പാർക്കിംഗ് കമ്പനി ദുബായ് RTIക്ക് നിരക്ക് വർധനവ് അനുവദിക്കാൻ ഔദ്യോഗികമായി അപേക്ഷ നൽകി. കഴിഞ്ഞ വർഷത്തെ 3-ാം പാദത്തിൽ പെയ്ഡ് പാർക്കിങ്ങിന്റെ ശരാശരി മണിക്കൂർ ചെലവ് മുൻവർഷത്തെ അപേക്ഷിച്ച് 51% വർദ്ധിച്ചിരുന്നു. നിലവിലുള്ള സീസണൽ കാർഡ് നിരക്കുകളിൽ മാറ്റം വരുത്താനും കൂടുതൽ ശാസ്ത്രീയമായ രീതിയിൽ പാർക്കിംഗ് ഫീസ് ക്രമീകരിക്കാനുമാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. നിരക്കിലെ വ്യത്യാസങ്ങൾ കുറയ്ക്കും, ഒപ്പം ചാർജുകൾ ഏകീകരിക്കും. ഉപഭോക്താക്കൾക്കും കമ്പനിക്കും ഒരുപോലെ ഗുണകരമാകുന്ന നീതിയുക്തമായ പരിഷ്കാരമാണിതെന്ന് പാർക്കിംഗ് അധികൃതർ വ്യക്തമാക്കി. നിരക്ക് വർദ്ധിക്കുമെന്ന് പറയാനാകില്ലെന്നും RTA തീരുമാനമെടുക്കുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. പാർക്കിംഗ് കമ്പനിയുടെ അപേക്ഷ ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ അന്തിമ അനുമതിക്കായി RTA ഉടൻ സമർപ്പിക്കും. ഈ വർഷം കൂടുതൽ സ്ഥലങ്ങളിൽ പാർക്കിംഗ് സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ ലക്ഷ്യമിടുന്നതായും പാർക്കിംഗ് അറിയിച്ചു. എമിറേറ്റുകളിലുടനീളം പുതുതായി 5500 മുതൽ 7500 വരെ പാർക്കിംഗ് ഇടങ്ങൾ സജ്ജമാക്കാനാണ് തീരുമാനം. 24 ദുബായ്. കുവൈറ്റ് ദേശീയ ദിനത്തോടനുബന്ധിച്ച് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് വർണ്ണാഭമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. UAE കുവൈറ്റ് സഹോദര ബന്ധത്തിന്റെ ദൃഢത വിളിച്ചോതുന്നതായിരുന്നു ആഘോഷം.
വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാരെ കുവൈറ്റ് ദേശീയ പതാക നൽകി സ്വാഗതം ചെയ്തു. സ്മാർട്ട് ഗേറ്റുകൾ കുവൈറ്റ് പതാകയുടെ നിറങ്ങളിൽ പ്രകാശമണിഞ്ഞു. ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് പ്രത്യേക പ്രവേശനപാത ഒരുക്കുകയും ചെയ്തു. യാത്രക്കാർക്ക് പ്രതീകാത്മക സമ്മാനങ്ങളും വിതരണം ചെയ്തു. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തുന്നവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കണമെന്ന് ആഹ്വാനം ചെയ്ത് പാളയം ഇമാം VP സുഹൈബ് മൗലവി. ഇത് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ആവിഷ്കാരത്തിനുള്ള സമയമാണെന്നും ഇമാം ഓർമ്മിപ്പിച്ചു. റമദാനിലാണ് ഈ വർഷം യാദർശികമായിട്ട്, കഴിഞ്ഞ വർഷവും അങ്ങനെയായിരുന്നു ഈ പൊങ്കാല ഉണ്ടാവുന്നത്. ഏതായാലും റമദാനിൻ്റെതായ ഏറ്റവും നല്ല സന്തോഷത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ അവർക്ക് സമ്മാനിക്കുവാൻ, നമ്മുടെ സഹോദരിമാർക്കും അതുപോലെ തന്നെ അവരുടെ കുട്ടികൾക്കും സമ്മാനിക്കുവാൻ നമുക്ക് സാധ്യമാവണം. കുടിവെള്ളവും റമദാൻ വിഭവങ്ങളും എല്ലാം അവർക്ക് നാം സമ്മാനിക്കണം. അവർക്ക് വിശ്രമിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കണം. നമ്മുടെ മസ്ജിദുകളും വീടുകളുമെല്ലാം അവരുടെ മുമ്പിൽ പൂർണ്ണമായും തുറക്കപ്പെടുന്ന ഒരു സാഹചര്യം തീർച്ചയായും ഉണ്ടാവേണ്ടതുണ്ട്. സ്നേഹവും സാഹോദര്യവും. അതുകൊണ്ട് മാത്രമേ നമുക്ക് ലോകത്തും രാജ്യത്തും വളർന്നു വരുന്ന ഇസ്ലാമോഫോബിയയും വിദ്വേഷത്തെയും പ്രതിരോധിക്കാൻ സാധിക്കൂ എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യം നമുക്കുണ്ടാവണം. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ CBIക്ക് വൻ തിരിച്ചടി. മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ തുടങ്ങി കേസിലെ 23 പേരെയും ഡൽഹി റൌസ് അവന്യൂ കോടതി കുറ്റവിമുക്തരാക്കി. അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല അന്വേഷണത്തിന് കോടതി ശുപാർശ ചെയ്തു. ഉത്തരവിനെതിരെ CBI ഡൽഹി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ 156 ദിവസവും മനീഷ് സിസോദിയ 530 ദിവസവുമാണ് ജയിലിൽ കഴിഞ്ഞത്. അഴിമതിക്കായാണ് മദ്യനയമെന്ന CBI വാദം തള്ളിയാണ് 23 പേരെയും കോടതി വെറുതെ വിട്ടത്. കുറ്റകരമായ ഗൂഢാലോചന തെളിയിക്കാനായില്ല. സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ മാത്രം കേസെടുക്കാനാകില്ലെന്നും കോടതി. അന്വേഷണം നടത്തിയ CBI ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടിക്ക് ശുപാർശയുണ്ട്. വിധിയിൽ പൊട്ടിക്കരഞ്ഞായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ പ്രതികരണം. കേസ് മോദിയും അമിത്ഷായും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയെന്ന് अरविंद केजरीवाल പറഞ്ഞു मोदी जी ने और अमित शाह जी ने मिलके आजाद भारत का सबसे बड़ा राजनीतिक षड्यंत्र रचा। आम आदमी पार्टी को खत्म करने के लिए आम आदमी पार्टी के सबसे बड़े 5 नेताओं को जेल में डाल दिया गया। इन्होंने झूठा केस लगाया और आज ये साबित हो गया, कोर्ट ने कहा है कि केजरीवाल कट्टर ईमानदार है, मनीष सिसोदिया कट्टर ईमानदार है, आम आदमी पार्टी कट्टर ईमानदार है। CBI രജിസ്റ്റർ ചെയ്ത കേസിൽ 18ാം പ്രതിയാണ് അരവിന്ദ് കെജ്രിവാൾ. തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കെ കവിത, മലയാളിയായ വിജയ് നായർ എന്നിവരും കുറ്റവിമുക്തരായവരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു. അരവിന്ദ് കെജ്രിവാളിന്റെ പോരാട്ടത്തെ അഭിനന്ദിച്ച് പ്രതിപക്ഷ നേതാക്കൾ രംഗത്തെത്തി. റൌസ് അവന്യൂ കോടതി ഉത്തരവിനെതിരെ CBI ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കും. 24 ഡൽഹി. അരവിന്ദ് കെജ്രിവാളിനെ കുറ്റവിമുക്തനാക്കിയ കോടതി വിധി BJPക്കേറ്റ രാഷ്ട്രീയ തിരിച്ചടി കൂടിയാണ്. ഉത്തരവ് ഉയർത്തിക്കാട്ടി BJPക്കെതിരെ പോരാട്ടം ശക്തമാക്കാനാണ് ആം ആദ്മി പാർട്ടിയുടെ നീക്കം. CBI തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് BJP വ്യക്തമാക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്നാണ് കോൺഗ്രസിന്റെ പ്രതികരണം. റൌസ് അവന്യൂ കോടതിയുടെ വിധി വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. കോടതി ഉത്തരവിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന ആശയക്കുഴപ്പത്തിലാണ് BJP. സാങ്കേതിക വിഷയമാണെന്നും CBI തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും പറഞ്ഞ് തടിയൂരാനാണ് നേതാക്കളുടെ ശ്രമം. भ्रष्टाचारी अरविंद केजरीवाल का सत्य सारी दिल्ली को पता है। दिल्ली का ये न्यू एक्साइज पॉलिसी, इसमें भ्रष्टाचार नहीं था, गड़बड़ी नहीं थी, तो उसको दिल्ली की अरविंद केजरीवाल सरकार ने क्यों हटाया? ഗുജറാത്ത് തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ നാടകമായാണ് കോൺഗ്രസ് അരവിന്ദ് കെജ്രിവാളിന് ലഭിച്ച ആശ്വാസത്തെ വിലയിരുത്തുന്നത്. കോൺഗ്രസിന്റെ എതിരാളികളെ ബലപ്പെടുത്തി കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് പവൻ ഖേര പറഞ്ഞു. Today, Arvind Kejriwal and Manish Sisodia have been again sent into a washing machine. They have come out spick and span, freshly bathed, because there are elections coming in Gujarat and Punjab. The original only idea of the BJP, the only objective of the BJP is Congress Mukt Bharat. കോൺഗ്രസ് നാണമില്ലാത്ത പാർട്ടിയാണെന്ന് അരവിന്ദ് കെജ്രിവാൾ തിരിച്ചടിച്ചു. ഡൽഹിയിൽ വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തണമെന്നും ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ പ്രധാനമന്ത്രിയെ വെല്ലുവിളിച്ചു.
नरेंद्र मोदी जी और अमित शाह जी, और आज उन दोनों को पूरे देश से माफी मांगनी चाहिए. വരാനിരിക്കുന്ന പഞ്ചാബ് ഗുജറാത്ത് തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ് റൌസ് അവന്യൂ കോടതിയുടെ ഉത്തരവ്. 24 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും രാഷ്ട്രീയ നാടകീയതകളും. മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യത്തെ ആളാണ് അരവിന്ദ് കെജ്രിവാൾ. ജയിലിനുള്ളിൽ നിന്ന് മുഖ്യമന്ത്രി ഭരണം നിയന്ത്രിച്ചതും ഇന്ത്യൻ രാഷ്ട്രീയത്തിന് പുതിയ കാഴ്ചയായിരുന്നു. മദ്യവിൽപ്പനയിൽ സ്വകാര്യ പങ്കാളിത്തം അനുവദിക്കുന്ന പുതിയ മദ്യനയം അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ഡൽഹി സർക്കാർ അവതരിപ്പിച്ചത് 2021 നവംബറിൽ. പണം വാങ്ങി സർക്കാർ ലൈസൻസുകൾ നൽകുന്നുവെന്ന വിമർശനത്തിനു പിന്നാലെ 2022 ജൂലൈയിൽ പുതിയ മദ്യനയം ചട്ടലംഘനമെന്ന് കാണിച്ച് ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് നൽകി. ഗവർണറുടെ ശുപാർശയിൽ ആദ്യം CBI കേസെടുത്തു, പിന്നാലെ EDയും. 2023 ഫെബ്രുവരി 26 ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയെ ED അറസ്റ്റ് ചെയ്തു. അതേ വർഷം ഒക്ടോബറിൽ ആം ആദ്മി നേതാവ് സഞ്ജയ് സിംഗും അറസ്റ്റിലായി. കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കെജ്രിവാളിന് ED ആദ്യ നോട്ടീസ് അയച്ചതും ഇതേ മാസം. 2 മാസത്തിനു ശേഷം ഡിസംബറിൽ വീണ്ടും നോട്ടീസ് അയച്ചു. കൈപ്പറ്റാൻ കെജ്രിവാൾ തയ്യാറായില്ല. തുടർച്ചയായി 7ാമത്തെ നോട്ടീസും അവഗണിച്ചതോടെ ED കോടതിയെ സമീപിച്ചു. എന്നിട്ടും അടുത്ത 2 നോട്ടീസുകൾക്കും കെജ്രിവാൾ ഹാജരായില്ല. മാർച്ച് 16 9ാമത്തെയും അവസാനത്തെയും നോട്ടീസ് ED അയച്ചു. മാർച്ച് 21 കെജ്രിവാളിന്റെ വസതിയിലെത്തി ചോദ്യം ചെയ്തതിനു പിന്നാലെ അറസ്റ്റ്. അതോടെ ഭരണത്തിലിരിക്കെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആദ്യ മുഖ്യമന്ത്രിയായി അരവിന്ദ് കെജ്രിവാൾ. ഏപ്രിൽ 1 കെജ്രിവാളിനെ തിഹാർ ജയിലിലേക്ക് മാറ്റി. 9 ജാമ്യാപേക്ഷ തള്ളി. ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി ഏപ്രിൽ 15 വരെ വീണ്ടും നീട്ടി. പിന്നാലെ അറസ്റ്റ് ചോദ്യം ചെയ്ത് കെജ്രിവാൾ സുപ്രീംകോടതിയെ സമീപിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി മെയ് 10 മുതൽ ജൂൺ 1 വരെ സുപ്രീംകോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു. ജൂൺ 20 ഡൽഹി വിചാരണ കോടതി ജാമ്യം അനുവദിച്ചു. എന്നാൽ ഡൽഹി ഹൈക്കോടതി ജാമ്യം സ്റ്റേ ചെയ്തു. ജൂൺ 26 തിഹാർ ജയിലിൽ നിന്ന് CBI അറസ്റ്റ്. ജൂലൈ 12 വരെ ജുഡീഷ്യൽ കസ്റ്റഡി. ജൂലൈ 12 സുപ്രീംകോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു. മദ്യനയ അഴിമതി കേസിൽ തിഹാർ ജയിലിൽ തുടരേണ്ടി വന്നു. 5 മാസത്തിലേറെ നീണ്ട ജയിൽവാസത്തിനു ശേഷം സെപ്റ്റംബർ 13 സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചു. 2025 ഫെബ്രുവരിയിൽ നടന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാളിന് കനത്ത പരാജയം നേരിടേണ്ടി വന്നു. നീണ്ട 26 വർഷത്തെ ഇടവേളയ്ക്കു ശേഷം ഡൽഹിയിൽ BJP അധികാരത്തിലെത്തി. റിസർച്ച് ഡെസ്ക് 24. എപ്സ്റ്റൈൻ ഫയലുകളിലെ വെളിപ്പെടുത്തലുകളിൽ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ച് കേന്ദ്ര സർക്കാർ. കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിക്കെതിരായ ആരോപണങ്ങളും പരിശോധിക്കുന്നുണ്ട്. പ്രാഥമിക അന്വേഷണത്തിൽ ഹർദീപ് സിംഗ് പുരിക്കെതിരെ ഗൗരവതരമായ കണ്ടെത്തലുകൾ ഇല്ലെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ. ലൈംഗിക കുറ്റവാളി ജെഫ്രി എസ്റ്റ്യൂനുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിക്കെതിരെ പ്രതിപക്ഷം ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ എപ്സ്റ്റൈൻ ഫയൽസ് ആരോപണത്തിൽ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചത്. ഹർദീപ് സിംഗ് പുരിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിലും കേന്ദ്രം പ്രാഥമിക അന്വേഷണം നടത്തി. എന്നാൽ അന്വേഷണത്തിൽ ഹർദീപ് സിംഗ് പുരിയുടെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. വിഷയത്തിൽ തുടരന്വേഷണം പുരോഗമിക്കുകയാണെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. നേരത്തെ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായി എപ്സ്റ്റൈനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്ന് ഹർദീപ് സിംഗ് പുരി സമ്മതിച്ചിരുന്നു. എന്നാൽ 2014 2017 ഇടയിൽ ഇരുവരും 62 ഇമെയിലുകൾ പരസ്പരം അയച്ചിട്ടുണ്ടെന്നും 14ഓളം കൂടിക്കാഴ്ച നടത്തിയെന്നുമായിരുന്നു കോൺഗ്രസ് ആരോപണം. 24 ഡൽഹി. ഗൾഫ് ടുഡേ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി. നമസ്കാരം.